എഫക്ട്സ് ഉണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും അധികം മാനസികമായ നിയന്ത്രണം കിട്ടും. ഇതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ എന്നാ നമുക്ക് നോക്കിക്കളെ എന്നൊരു കിട്ടും. ഇതൊന്നും അറിയാതെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ തരുന്നതെന്ന് പറഞ്ഞാൽ ഈ കൊളസ്ട്രോളിനെ എരിച്ച് കളയും. അല്ല, കൊളസ്ട്രോളിന്റെ മരുന്ന് ഞാൻ കഴിച്ചതേ ഇല്ല. അഥവാ കഴിച്ചെങ്കിൽ പോലും ഹോമിയോയിലുള്ള ജസ്റ്റ് ഒരു മാത്രമേ ഉള്ളൂ. മറ്റേ കഴിക്കുന്നില്ലെന്ന് വെച്ച് അതിന് ദോഷമില്ല. ഹോമിയോ ദോഷമില്ല, ഗുണമില്ലെങ്കിലും ദോഷം എന്നാണ്. അപ്പം നമ്മളിപ്പം ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഏത് വ്യക്തിയുടെയും ഏത് ജീവിയുടെയും ശരീരത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഈ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ആധുനിക മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. കാരണം പ്രകൃതി വിരുദ്ധമായ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. ഈ പ്രകൃതി വിരുദ്ധമായ ഭക്ഷണങ്ങളിൽ നിന്നുണ്ടാകുന്ന കൊളസ്ട്രോളിന് വളരെ പ്രത്യേകമായ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ കൊളസ്ട്രോളുകളും C14 കാർബൺ 14 എന്ന് പറയും, സ്റ്റാൻഡേർഡാണ്. അതിന് താഴെ നിൽക്കുമ്പോൾ ഈ കൃത്രിമമായിട്ടുള്ള കൊളസ്ട്രോൾ എല്ലാം C14 അപ്പുറം പോകും. ഈ C14 അപ്പുറം പോകുന്ന കൊളസ്ട്രോളിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്നാണ് പറയുന്നത്. സയന്റിസ്റ്റുകൾ പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, അത് ദഹിക്കാത്ത കൊഴുപ്പ്. ഇത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കെട്ടിക്കിടക്കും. പ്രത്യേകിച്ച് നമ്മുടെ വെസൽസിൽ, ഈ ബ്ലഡ് പോകുന്ന ആർട്ടറീസ്, വെസൽസ് എല്ലാത്തിലും കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡ്രെയിനേജ്, ആ പൈപ്പിനകത്ത് കുറേ ദിവസങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ അഴുക്കുകൾ, അതായത് എച്ചില് അതുപോലുള്ള കൊഴുപ്പുകൾ അടങ്ങിയ അഴുക്കുകൾ ഇതെല്ലാം കൂടെ പറ്റിയിരിക്കുമ്പോൾ അതിനകത്ത് ഒരു ഫംഗസ് പിടിച്ചിട്ട് അത് അങ്ങ് അടയുന്ന കാണാം സ്വാഭാവികമായിട്ട്. ഈ പ്രക്രിയ തന്നെ എവിടെയാണ് നടക്കുന്നത്? മനസ്സിലാവും. ഈ പ്രക്രിയ നടക്കുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് പമ്പിങ് ശരിയാകാതെ പോകും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ജോയിന്റുകളിലാണ് പെട്ടെന്ന്. കാരണം എന്താണെന്നറിയോ, ഇതാ വായി നോക്കി ഇനി നീ കുറച്ച് ദിവസത്തേക്ക് ചെയ്യണ്ട എന്ന് ശരീരം നമ്മളോട് പറഞ്ഞിട്ട് ജോയിന്റ് പെയിൻ ഉണ്ടാക്കുക, ചുമ്മാ കിടക്കാൻ. ഇത് ഉപയോഗിക്കാതിരുന്ന് ഈ ജോയിന്റ് പെയിൻ വന്ന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഒരു സൈസ് സ്റ്റാഗ്നേഷൻ ഉണ്ടാകുക, അവസാനം സ്റ്റിഫ് ആകുക അവിടെ. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പം ജോയിന്റ് പെയിൻ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക, ശരീരത്തിന് അടിസ്ഥാനപരമായ തകരാറ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ അത് ക്യൂർ ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പം ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഘടകം, അടിസ്ഥാനപരമായ ഘടകം പ്രശ്നം അതല്ല. നമ്മളിപ്പം ശാരീരിക മാനസികമായ വ്യാപാരങ്ങളൊന്നും തന്നെ ശരീരത്തിന് ചേരുന്ന രീതിയിലല്ല. അതാണ് ആഹാരത്തിന്റെ കൊണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകും. ആഹാരം ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെയാണ്. ആഹാരം ഇല്ലാതെ അപ്പം തന്നെ വീക്ക് ഉണ്ടാകും, ശരീരത്തിന് വീക്ക്നെസ് ഉണ്ടാകും. അപ്പോൾ ഈ തരത്തിലുള്ള പ്രക്രിയകളെല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വാക്കുകൾ വാക്കുകളാകരുത്. ഞാൻ സുരേഷ് പറയുന്ന ഒരാളെ കുറിച്ച് ഞാൻ അങ്ങനെ പ്രത്യേകം പറയത്തില്ല. കാരണം സുരേഷ് അത് അറിഞ്ഞിട്ടേ പറയാറുള്ളൂ സാധാരണ രീതി. കാരണം ഞാൻ പറയുന്നത് എന്താ പറയുന്നത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കാശ് കൊടുത്താൽ കിട്ടുന്നൊരു വാക്കല്ല. ഒരുപക്ഷെ അവരുടെ അത്രയും ജ്ഞാനവും എനിക്കില്ല. ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ അഹങ്കാരത്തോട് പറയാറുണ്ട്, അവർ 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 7 വർഷം കൊണ്ടോ പഠിച്ച് MBBS എടുത്തിട്ട് പിന്നെ ചുമ്മാ ആയിരുന്നു കാശ് വാങ്ങുന്ന ആളില്ല. ഞാൻ സുദീർഘമായി 20 വർഷക്കാലം കൊണ്ട് ഇത് നടത്തിക്കൊണ്ടേയിരിക്കുക, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ സത്യങ്ങൾ ശരിയാണോ എന്ന് ഇന്നും ഞാൻ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ പഠനം ഇങ്ങനെ അനന്തരമില്ല. എൻ്റെ വാക്ക് വെറുതെ പോകരുത്, അർഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ എത്താവൂ എന്ന് ഞാൻ വച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറയാം, കൃത്യമായി ചെയ്യാമെങ്കിൽ ഞാനൊരു കോഴ്സ് തരാം. നമുക്ക് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15 ദിവസത്തെ ഒരു കോഴ്സാണ്. ഈ 15 ദിവസം കൊണ്ട് കൊളസ്ട്രോൾ അണ്ടർ കൺട്രോൾ. പിന്നെ നമ്മളത് കംപ്ലീറ്റ്, അതായത് അതിൻ്റെ എന്താ പറയുന്നത്, പെർഫെക്ച്വൽ ക്യൂറിങ്, ശാശ്വതമായ ഒരു പരിപാടി. ഈ 2 ഘട്ടമാണ് നമുക്ക് നോക്കുന്നത്. അപ്പം ഈ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ശാരീരികവും, ഞാൻ നേരത്തെ പറഞ്ഞത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു എക്സസൈസാണ് പ്രധാനം. മനസ്സിലായി? ശരീരത്തിന് വേണ്ടുന്ന എക്സസൈസ് ഉണ്ടാകും, പ്ലസ് മനസ്സിനുള്ള ഒരു എന്താ പറയുക പാസിഫിക്കേഷൻ. ഇപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളൊന്ന് പാസിഫൈ ചെയ്തെടുക്കണം.